എല്ലാവർക്കും നമസ്കാരം. മാൾട്ടയിൽ വീട് മേടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാനും വൈഫും കൂടി ഞങ്ങൾ വീട് മേടിച്ച സമയത്ത് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേ അധികം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളോടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ മാൾട്ടയിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ മലയാളികൾക്കും അത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് മുൻപായിട്ട് ഞങ്ങളൊരു നോട്ടൊക്കെ റെഡിയാക്കി ഭംഗിയായിട്ട് പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട് മേടിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ശരിക്കും നോട്ടൊക്കെ തയ്യാറാക്കി ഭംഗിയായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൾട്ടയിൽ വീട് മേടിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ, ജീവിതം പടുത്തുയർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നു. മെയിനായിട്ട് നമ്മളൊരു വീട് മേടിക്കാനായിട്ട് മേടിക്കാനായിട്ടുള്ള ഒരു പ്ലാനിലിരിക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആവോ അല്ലേ എന്ന് ഡൗട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏജിനനുസരിച്ചാണ് നമുക്ക് എത്ര വർഷത്തെ ലോണാണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യം നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ഏത് ബാങ്ക്, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് ലോൺ തരുന്നത് HSBC, BOV അല്ലെങ്കിൽ APS, ഇങ്ങനെ 3 ബാങ്കുകളിൽ നിന്നാണ് പൊതുവെ ലോണുകൾ എടുക്കാറ്. മറ്റ് ചില ബാങ്കുകൾ കൂടി ഇവിടെ ഉണ്ട് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം ബാങ്കുകളിലൊക്കെ ചെന്നാൽ നമുക്ക് ഏറെക്കുറെ 65 വയസ്സ് വരെ, അതായത് ഇപ്പോൾ 65ാമത്തെ വയസ്സ് മാറ്റിക്കഴിഞ്ഞാൽ 64 വയസ്സ് വരെ, ഇപ്പം നിങ്ങളുടെ ഏജ് തുടങ്ങി 64 വയസ്സ് വരെയാണ് അവർ ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 35 ഇയർ ഉള്ള ഒരാളെ സംബന്ധിച്ച് അവന് 64 വയസ്സെന്ന് പറയുമ്പോൾ 30 ഇയർ 29 ഇയറിലെ ആയിരിക്കും ലോൺ കിട്ടുക. അപ്പോൾ അത്തരത്തിലാണ് ലോണിൻ്റെ കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് തന്നെ ഒരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് എത്ര നേരത്തെ, നിങ്ങളുടെ എത്ര ചെറിയ ഏജിലാണോ നിങ്ങൾ വീട് മേടിക്കുന്നത് അത്രയും നിങ്ങളുടെ മാസം അടയ്ക്കാനുള്ള മോർഗേജിൻ്റെ അളവ് കുറയും, എമൗണ്ട് കുറയും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ബാങ്കുകളിൽ നമ്മളൊരു വീട് മേടിക്കാൻ തീരുമാനിച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബാങ്കിൽ ഒരു മോർഗേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ ഒരു ഹോം ലോണിനെ കുറിച്ച് എൻക്വയറി ചെയ്യാൻ വന്നതാണ്, നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർഗേജ് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്ക് നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മെയിനായിട്ടുള്ള സാലറി സ്ലിപ്പുകൾ, FS3, പിന്നെ നിങ്ങളുടെ ജോബ് കോൺട്രാക്റ്റും നിങ്ങളുടെ ജോലിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുക, ID കാർഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ആയിട്ട് നിങ്ങൾ ആ അപ്പോയിൻമെൻറ്റിന് ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തരും. നിങ്ങൾക്ക് മാക്സിമം എത്ര എമൗണ്ടിൻ്റെ വീട് മേടിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ള കാര്യം ബാങ്ക് നിങ്ങൾക്ക് കൊട്ടേഷൻ തരും. അതിനകത്ത് നിങ്ങൾ എലിജിബിലിറ്റി ഇല്ലെങ്കിലും അതും ബാങ്ക് തന്നെ പറയും നിങ്ങൾക്ക് വീട് മേടിക്കാനുള്ള എലിജിബിലിറ്റി ഇല്ലാന്ന്. ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു ബാങ്കിൽ ചെന്നിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് മോർഗേജ് ലോണിനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് കൊട്ടേഷൻ മേടിക്കുക എന്നുള്ളതാണ്. മാക്സിമം എത്ര എമൗണ്ട് വരെ എനിക്ക് മേടിക്കാം, ആ എമൗണ്ടിന് മേടിച്ചാൽ, ഇപ്പോൾ 300,000 എനിക്ക് വീട് മേടിക്കാമെന്ന് ഒരു ബാങ്കിൽ നിന്ന് കൊട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാസം എത്രയാണ് അടവ്, എത്ര വർഷത്തേക്കാണ് ലോൺ തന്നേക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നേരത്തെ അറിയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിന് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരു വീട് പോയി കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ രീതിയിൽ വീടുകൾ 2 വിധത്തിൽ പറയാം. ഒന്ന് യൂസ് ചെയ്തിട്ടുള്ള വീടുകളും ഒന്ന് ന്യൂ ആയിട്ട് പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള വീടുകൾ. പുതിയതായിട്ട് പണി കഴിപ്പിച്ച വീടുകൾക്ക് ഇവിടെ വരുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, ബാത്റൂമിൻ്റെ പണികൾ എക്സ്ക്ലൂഡഡ് ആയിട്ട്, ബാത്റൂമിൻ്റെ പണി തീരാത്ത വീടുകളും, ബാത്റൂം വിത്ത് ഡോർ, ടൈൽസ് ബാത്റൂം വിത്ത് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണികളും തീർന്നിട്ടുണ്ടാവും, ബാത്റൂമിൻ്റെ പണി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് അതിനകത്ത് വരുന്ന എക്യുപ്മെൻസും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്, കിച്ചൺ പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടേതായിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അത് പുതിയ വീടുകൾ വരുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി വാട്ടറിൻ്റെ കണക്ഷൻ വരുന്നത്, പുതിയ വീടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലോട്ടുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ നിങ്ങളുടെ പേരിൽ സപ്ലൈ തരുന്നത്.
പിന്നെ ഉള്ളത് സെക്കൻഡ് ഹാൻഡ് വീടുകളാണ്. സെക്കൻഡ് ഹാൻഡ് വീടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർണിച്ചറും അതേപോലെ തന്നെ മറ്റു ഫെസിലിറ്റി എല്ലാം ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയി വീട് കാണുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഫർണിച്ചറുകൾ, അവിടെ ഇരിക്കുന്ന ടൈലും മറ്റു കാര്യങ്ങൾ, എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കിന് ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം വീട് മേടിക്കാനായിട്ട്. പിന്നെ പൊതുവെ മാൾട്ടയിൽ വീടുകൾ പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഒരു 6-7 ഫ്ലാറ്റുകൾ ഒരുമിച്ചുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ പബ്ലിക് പ്ലേസുകൾ വരുന്നത്, പബ്ലിക് സ്പേസുകൾ ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ സാധാരണ ഇവിടെ ഒരു ഏജൻസീനെ ഏൽപ്പിക്കാറാണ് പതിവ്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു ഫണ്ടിങ് നിങ്ങൾ ഇപ്പോൾ മാസം മാസം നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾ ആ ഏജൻസിയിലോട്ട് ക്ലീനിങ്ങിനും മറ്റ് പർപ്പസിനും മെയിൻ്റനൻസ് പർപ്പസിനും കൊടുക്കണം എന്ന് അതിനകത്ത് വ്യവസ്ഥയുണ്ടാവും. അത് പൊതുവെ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ബൈ ദ ലോ അത് ഒരു ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് ബൈ ദ ലോ തന്നെ ചെയ്യുന്നത്. അതെല്ലാവരും കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. പൊതുവായിട്ടുള്ള ഏരിയകളിൽ നമുക്ക് പ്രൈവറ്റായിട്ടുള്ള യൂസുകളോ കാര്യങ്ങളോ, ഇപ്പോൾ ചെടിച്ചട്ടി കൊണ്ടുവന്ന് വെച്ചു, വേസ്റ്റിൻ്റെ സൈഡ് കൊണ്ടുവന്ന് വെച്ചു, അങ്ങനത്തെ ഉപയോഗത്തിനൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടെ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് കാണുന്ന ഏരിയകളിൽ AC ഔട്ട്ലെറ്റുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇവർ അനുവദിക്കത്തില്ല. ഭയങ്കര സൗണ്ട് പൊല്യൂഷനുള്ള കാര്യങ്ങൾ അനുവദിക്കത്തില്ല. പിന്നെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കളർ മാത്രമേ, അത് ഇവർക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ഔട്ടർ സൈഡിലോട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വീടുകൾക്ക്. പിന്നെ വീട് മേടിക്കുന്ന കാറ്റഗറി ആളുകൾ, നമ്മുടെ പോലെ ജോലി ചെയ്യുന്നതിൽ 2 കാറ്റഗറി ആളുകൾക്ക് ആണ് വീട് മേടിക്കുന്നത്. ഒന്ന്, സാധാരണ രീതിയിൽ നമ്മൾ സിംഗിൾ പെർമിറ്റിൽ ജോലി ചെയ്യുന്ന സാധാരണ ആളുകൾ. രണ്ടാമത്തെ ആളുകൾ വരുന്നത് ലോങ് ടൈമോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള ആളുകൾ. അപ്പം ലോങ് ടൈം കിട്ടിയിട്ടുള്ള ആളുകൾക്കും അതിന് ലോങ് ടൈം കിട്ടുന്നതിന് മുൻപുള്ള സിംഗിൾ പെർമിറ്റിൽ നിൽക്കുന്ന ആളുകൾക്കും ടാക്സിൽ വലിയ രീതിയിലുള്ളൊരു വ്യത്യാസം വരുന്നുണ്ട്. മെയിനായിട്ട് വരുന്ന വ്യത്യാസം, ആദ്യത്തെ ഇപ്പോൾ ലോങ് ടൈം പെർമിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടി പാസ്പോർട്ട് കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മാൾട്ടീസ് ആളുകൾക്ക് സമമായിട്ടാണ് അവർ കണക്കാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 200,000-ന് 2 ലക്ഷം യൂറോയ്ക്ക് വരെ വീടിൻ്റെ എമൗണ്ടിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രൈമറി ഹൗസ് ആണെങ്കിൽ, ആദ്യത്തെ താമസിക്കാനുള്ള വീടാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ആദ്യത്തെ 200,000-ന് നിങ്ങൾ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന എമൗണ്ടിന് മാത്രം പൈസ അടച്ചാൽ മതി. പക്ഷേ സിംഗിൾ പെർമിറ്റിൽ ഒരു ഫോറിനറായിട്ട് നിൽക്കുന്ന തേർഡ് നാഷണലായിട്ടുള്ള ഒരാളാണ് വീട് മേടിക്കുന്നതെങ്കിൽ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% ആണ് ഇപ്പോൾ നിലവിൽ വരുന്ന ടാക്സ്. അപ്പോൾ അതിനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തേർഡ് നാഷണൽസിനെ സംബന്ധിച്ച് AIP പെർമിറ്റ് നിർബന്ധമായിട്ട് എടുക്കണം. അക്വിസിഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു പെർമിറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് വീട് മേടിക്കാൻ പറ്റത്തുള്ളൂ. വീടിൻ്റെ ഉള്ളിലുള്ള യാതൊരു മെയിൻ്റനൻസ് അല്ല, നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു റൂം സെപ്പറേറ്റ് എടുക്കണം, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റണം, അത്തരത്തിലുള്ള പണികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഫോറിനർക്ക് AIP പെർമിറ്റോടുകൂടി മേടിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലോങ് ടൈം കഴിഞ്ഞിട്ട് മേടിക്കുന്നവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചേഞ്ചസ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വീടുകൾ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ പലരും സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വീടുകൾ പോയി കണ്ടു, 5ാമത്തെ വീട് എങ്ങനെയെങ്കിലും പോയിട്ട് അയ്യോ ഞാൻ 4 വീടിന് അവർ പറഞ്ഞ പ്രൈസ് അനുസരിച്ച് 5ാമത്തെ വീട് ലാഭമായിട്ട് തോന്നി, അതിന് പൈസ കൊടുത്തു. അങ്ങനെയല്ല ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ വീട് മേടിക്കുക. നമ്മുടെ നാട്ടിലെ ഒരു രീതിയല്ല. ഇവിടെ പൊതുവെ വീടിന് വാലിഡേഷൻ ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റിൻ്റെ ജോലിയാണ്. അപ്പോൾ സാധാരണ വീട് പോയി കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് വർത്ത് ഫോർ മണി ആണോ, അതിനകത്ത് വരുന്ന മറ്റ് ജോലികൾ, അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, അത് അപ് ടു സ്റ്റാൻഡേർഡ് ലെവലാണോ എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് ആർക്കിടെക്റ്റ് വന്ന് നോക്കി അതിൻ്റെ ആർക്കിടെക്റ്റ് അതിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യും, വാലിഡേഷൻ ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ആർക്കിടെക്റ്റിൻ്റെ വാലിഡേഷൻ കഴിഞ്ഞ്, വാലിഡേഷൻ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഫീസുണ്ട്, ആർക്കിടെക്റ്റ് വരുന്നതിനും സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. ഇനിയിപ്പോൾ ആർക്കിടെക്റ്റ് ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് തന്നെ അവർ ആർക്കിടെക്റ്റിനെ പിന്നീട് വിടും. പക്ഷേ
ഈ നിങ്ങൾ ഏർലി സ്റ്റേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീടിൻ്റെ വിലയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ വിളിച്ച് വാലിഡേഷൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിലയും കാര്യങ്ങളും അറിയാം, നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാനുള്ള വലിയ ചാൻസ് ഉണ്ട്. ഒരു വീട് കാണുമ്പോൾ ആ വീടിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ വീട് ഫ്രീ ഹോൾഡ് ആണോ, ആ വീടിന് എന്തെങ്കിലും ഗ്രൗണ്ട് റെൻറ്റുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം. മാൾട്ടയിൽ 4 വിധത്തിലുള്ള വീടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒന്ന് ഫ്രീ ഹോൾഡ്, നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം വിൽക്കാൻ പറ്റുന്ന, മറ്റൊരാളുടെ പെർമിറ്റോ മറ്റൊരാളുടെ ബാധ്യതകളില്ലാതെ വിൽക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഫ്രീ ഹോൾഡ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രൗണ്ട് റെൻറ്റുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഈ വീട് വിൽക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഇപ്പോൾ ഒരു 6 വീടുള്ള ഒരു ബിൽഡിങ്ങിലാണ് അതിൻ്റെ ലാൻഡ് ലോഡ് ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ ആ ലാൻഡ് ലോഡിൻ്റെ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വീട് വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്രോസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ അയാളുടെ സൈൻ മേടിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇത്ര രൂപ അടയ്ക്കണം, മാസം ഇത്ര രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ ഇയർലി ഇത്ര രൂപ അടയ്ക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഗ്രൗണ്ട് റെൻറ്റുകൾ ഉണ്ടെങ്കിൽ 2 വിധത്തിലുള്ള ഗ്രൗണ്ട് റെൻറ്റുകൾ ഉണ്ട്. ഒന്ന്, നമുക്ക് പൈസ കൊടുത്തിട്ട് റിലീസ് ചെയ്യാവുന്ന ഗ്രൗണ്ട് റെൻറ്റുകളുണ്ട്. ചിലത് ലീഗലി നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത ഗ്രൗണ്ട് റെൻറ്റുകളുണ്ട്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഗ്രൗണ്ട് റെൻ്റ് ഉള്ള വീടാണ് മേടിക്കുന്നതെങ്കിൽ ഒരു ലോയറായിട്ട് ബന്ധപ്പെട്ട് ആ ഗ്രൗണ്ട് റെൻറ്റ് റിലീസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം മേടിക്കാം. മാക്സിമം ഫ്രീ ഹോൾഡാണ് എല്ലാവരും ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീടിൻ്റെ കാറ്റഗറി വരുന്നത്. പിന്നെ ഒരു വീട് മേടിക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ മീറ്റർ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിൽ സ്ക്വയർ ഫീറ്റിനാണ് വീടുകൾ മേടിക്കുക, ഇവിടെ സ്ക്വയർ മീറ്ററിനാണ് മേടിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ എത്ര സ്ക്വയർ മീറ്റർ ആണ് വരുന്നതെന്നൊക്കെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അളവും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ആവറേജ് ഫാമിലി, ഒരു കുട്ടിയുള്ള ഒരു ആവറേജ് ഫാമിലിനെ സംബന്ധിച്ച് ഒരു 90 സ്ക്വയർ മീറ്റർ തുടങ്ങി 100-110 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ആവറേജ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു 2 കുട്ടികളുള്ള ഒരു ഫാമിലി ഒരു 3 ബെഡ്റൂമൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ 2-3 ബെഡ്റൂമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഔട്ടറൊക്കെ ഒത്തിരി ഏരിയ ഉള്ള വീടുകളാണെങ്കിൽ ഒരു 100 സ്ക്വയർ മീറ്ററിന് മുകളിൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 110 സ്ക്വയർ മീറ്റർ തുടങ്ങി മുകളിലോട്ട് ഉള്ള വീടുകൾ ഒരു ആവശ്യം സ്പേസ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എത്ര സ്ക്വയർ മീറ്റർ ആണ് വീട് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. വീടുകൾ പോയി കാണുന്ന ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് പോയി കാണുമ്പോൾ അതിനകത്ത് അടിച്ചേക്കുന്ന പെയിൻറ്റിങ്ങും അതിൻ്റെ കർട്ടനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കര ഭംഗിയുള്ളതായിരിക്കും ചെയ്തേക്കുന്നത്. അതിൻ്റെ ബേസിൽ നമുക്ക് ആ വീട് പെട്ടെന്ന് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെപ്പോഴും പെയിൻ്റൊക്കെ നമുക്ക് മാറ്റാവുന്ന കാര്യമുള്ളൂ, കർട്ടൻസ് നമുക്ക് മാറ്റാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒരു വീട് പോയി കാണുന്ന ഒരാൾ, ഒരു സെക്കൻഡ് ഹാൻഡ് വീടാണ് നിങ്ങൾ പോയി കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ചുമരിൻ്റെ ക്വാളിറ്റീസ്, ചുമരിൻ്റെ ക്വാളിറ്റി, അവിടെ ഇരിക്കുന്ന വാതിലുകൾ, അവിടെ ഇരിക്കുന്ന പൈപ്പ് കണക്ഷൻസ്, വിൻഡോസ്, എല്ലാ റൂമിനും എത്ര വിൻഡോസ് ഉണ്ട്, എയർ സർക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്, മറ്റ് വീടുകളിലേക്ക് പോകുന്ന നമ്മുടെ പബ്ലിക് ഏരിയകൾ എങ്ങനെയാണ് കിടക്കുന്നത്, ഔട്ടർ സൈഡിലുള്ള നമ്മുടെ വീടിനോട് അടുത്ത് ഏതെങ്കിലും കടകളുണ്ടോ, പാർക്കുകളുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട് പോയി കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളുടെ വീട് പോയി വന്ന് കണ്ടതിന് ശേഷം അന്ന് തന്നെ ഒരു വട്ടം കൂടി രാത്രിയിൽ വന്ന് ഞങ്ങൾ ഈ പ്രദേശം മുഴുവനും നടന്നു നോക്കി. ഇത് കൂടാതെ മറ്റൊരു ദിവസം വന്നിട്ട് പകല് സമയത്ത് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾ പെരുമാറുന്നത്, ഇവിടുത്തെ രീതികൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നോക്കി. നമ്മൾ ഒരു ഏജന്റിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു വീട് കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവർ പല പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ സമയമെടുത്ത് വന്ന് അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ പോയി കണ്ട് ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളിലും മറ്റുള്ള ആളുകളുടെയൊക്കെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളും നമുക്ക് എത്രത്തോളം കൺവീനിയൻ്റ് ആണ്, അടുത്ത് കടകളുണ്ടോ, എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കാൻ പറ്റിയ എന്തെങ്കിലും ഫ്രണ്ട്സ് സർക്കിളോ, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു വീടിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുക.
ശരിക്കും ഒരു തീരുമാനം എടുക്കുമ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു തീരുമാനം എടുക്കുന്നത് 24 അവർ ടൈമിന് കൊടുത്തിട്ടാണ് എടുക്കണമെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ്ലി എടുക്കുന്ന തീരുമാനത്തിൽ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ലോസ് നിങ്ങൾക്ക് മാത്രമായിരിക്കും. പിന്നെ ഏജൻസികളെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി, വീട് മേടിക്കുന്നവരുടെ ഒരു ആലോചനയായിരിക്കും ഏജൻസികളെ വിളിച്ച് എത്ര കമ്മീഷൻ കൊടുക്കണം എന്നുള്ള കാര്യം. പൊതുവെ മാൾട്ടയിൽ മേടിക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ ഉണ്ടാവാറില്ല. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും ഏത് ഏജൻസിനെ സമീപിച്ച് കഴിഞ്ഞാലും അവരോട് കൃത്യമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യണം നിങ്ങൾ അവർക്ക് കമ്മീഷനൊന്നും കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യം. പിന്നെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വീട് നോക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് കൊടുക്കുന്ന ഒരവസ്ഥയിൽ വന്നാൽ ഏത് നോട്ടറീനെ സമീപിക്കണം എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ടൊരു വർക്കൗട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പല ഏജൻസികൾക്കും ടൈപ്പുള്ള പല നോട്ടറികളും ഉണ്ടാവും. ആ നോട്ടറികളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കമ്മീഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പല സാധ്യതകളും ഉണ്ട്. ഇത് മാത്രമല്ല, റിസർച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ നൂലാമാലകളൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഏജന്റുമാർ പറയുന്ന നോട്ടറിയുടെ അടുത്താണെങ്കിൽ ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ ഡീല് വളരെ കൂളായിട്ട് അത് പാസ്സാക്കി എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ നോട്ടറീനെ കണ്ടുപിടിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ഉചിതമായിട്ടുള്ളൊരു കാര്യം. പിന്നെ പ്രോമിസ് ഓഫ് സെയിലിനെ കുറിച്ചാണ് ഇനി ഒരു കാര്യം പറയാനുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു വീട് പോയി കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ എമൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ നോക്കുക. ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട്, ഇപ്പോൾ 250,000 എന്ന് പറഞ്ഞ് നമ്മളൊരു വീട് പോയി കണ്ടു, ആ 250,000 നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ബാർഗെയിൻ ചെയ്യാനായിട്ട് ഒരു നല്ല പ്ലാനിങ്ങോടുകൂടി ശ്രമിച്ചിട്ട് എത്രത്തോളം കുറച്ചെടുക്കാൻ പറ്റുമോ, 1000 യൂറോ എന്ന് പറയുമ്പോൾ 1,00,000 രൂപയാണെന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. പക്ഷേ ചിലപ്പോൾ നല്ല ലാഭകരമായിട്ടുള്ള വീടുകൾ നമുക്ക് വന്ന് പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസിഷൻ ലേറ്റ് ആവുന്നത് മൂലം നമുക്ക് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതും കൂടി എടുത്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരു ഇത്തരത്തിലുള്ള വലിയൊരു ഡിസിഷനിലോട്ട് പോകുമ്പോൾ അറിയാവുന്ന 2-3 പേരോട് ചോദിച്ചും അത്തരത്തിലുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിച്ച് തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. അതാണല്ലോ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ തീരുമാനമല്ല, മറ്റുള്ളവരുടെ വീടല്ല, നിങ്ങളുടെ വീടാണ്, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വീട് കണ്ടിഷ്ടപ്പെട്ട് എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഓണറുമായിട്ട് അല്ലെങ്കിൽ ഏജൻറ്റുമായിട്ട് പറയും ഇത്ര എമൗണ്ട് ആണ്. ഇപ്പോൾ 250,000 ഒരു വീടാണ്, അപ്പോൾ നമ്മൾ ആദ്യം ഒരു 235,000 ആണ് ഞങ്ങൾ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ 240,000 ആണ് ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മാക്സിമം മേടിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിട്ടുള്ളത് നിങ്ങൾ ഒരു പ്രപ്പോസലായിട്ട് ഒരു 240,000 അല്ലെങ്കിൽ 235,000 ഓണറോട് പറയും. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന റിപ്ലൈ കണ്ടിട്ട് ഞങ്ങൾ അത് തീരുമാനിക്കാമെന്ന് പറയാം. അപ്പോൾ ഈ ഏജൻറ്റ് പോയിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കും. ചിലപ്പോൾ അവർ പറയും ഇല്ല 230,000 ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ 245,000 വരെയാണെങ്കിൽ 250യുടെ 5,000 കുറച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ അത് 250ക്ക് തന്നെ എടുത്താലും കുഴപ്പമില്ല എന്നുള്ള വീടാണെങ്കിലും നിങ്ങൾ പതുക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്തൊക്കെ നോക്കുക. ബാർഗെയിൻ ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് നിങ്ങൾ പറയുക ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 5,000 ഡിഫറൻസും കൂടെ ഉള്ളൂ, അപ്പം ഞങ്ങൾ കുറച്ചൊരു എമൗണ്ട് കൂട്ടാം, നിങ്ങൾ കുറച്ച് എമൗണ്ട് കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ഫൈനൽ ഡീലിലോട്ട് എത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഓക്കെ അതിൻ്റെ ഒരു ഫൈനലിൽ എത്തിക്കുക എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മെയിനായിട്ടുള്ള കാര്യം, ചില ഏജൻസ് മാത്രം ഒരു 1000 യൂറോ അഡ്വാൻസ് ആയിട്ട് അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യും. പക്ഷെ സാധാരണ രീതിയിൽ ചെയ്യുന്നത് പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യാന്ന് പറയും. ഈ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടറി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ടറിനെ ബന്ധപ്പെട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് പ്രോമിസ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഓണറിൻ്റെ അടുത്തു നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓണറോടും പറയുക, ഇന്ന നോട്ടറിയാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്, നമുക്ക് ആ നോട്ടറിയുടെ അടുത്ത് ചെയ്യാമെന്ന് പറയുക. അവർ നോട്ടറിനെ കോൺടാക്ട് ചെയ്യും, നമ്മൾ നോട്ടറിനെ കോൺടാക്ട് ചെയ്യും, ഏജൻറ്റ് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഏജൻറ്റ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഏജൻറ്റ് തന്നെ നോട്ടറിക്ക് കൈമാറും.
നമ്മൾ ആ പറയുന്ന സമയത്തിന് നമ്മളും പാർട്ടിയും അതേപോലെ തന്നെ ഏജൻറ്റും ഒരുമിച്ച് പോയിട്ടാണ് പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുക. ഈ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് DD അല്ലെങ്കിൽ മണി നിങ്ങളുടെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള 10% മണി നിങ്ങൾ കയ്യിൽ കരുതണമെന്ന്. നിങ്ങൾ സാധാരണ രീതിയിൽ 2 വിധത്തിൽ ചെയ്യാറുണ്ട്. ഒന്നുകിൽ പ്രോമിസ് ഓഫ് സെയിലിന് പോകുമ്പോൾ തന്നെ DD എടുത്തിട്ട് പോവുക. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രോമിസ് ഓഫ് സെയിലിന് പോകുമ്പോൾ നിങ്ങൾ പൈസ ഇല്ലാതെ നിങ്ങളിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ പെട്ടെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ പൈസ കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടിയിട്ടാണ് നിങ്ങൾ ഒരു പ്രോമിസ് ഓഫ് സെയിലിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നോട്ടറീനെ നേരിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നോട്ടറിയിൽ ആരുടെ പേരിൽ, നോട്ടറിയുടെ പേരിലാണ് നമ്മൾ DD എടുത്ത് കൊടുക്കാറ്. അപ്പം നോട്ടറിയുടെ ഏത് പേരിലാണ്, എങ്ങനെയാണ് DD എടുത്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് DD എടുത്ത് കൊടുക്കുക. പെട്ടെന്നുള്ള ഇതാണെങ്കിൽ ആ പ്രോമിസ് ഓഫ് സെയിലിന് പോകുമ്പോൾ നിങ്ങൾ 1 വീക്ക് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പൊതുവെ അവരുടെ കോൺട്രാക്റ്റിൽ പ്രോമിസ് ഓഫ് സെയിലിലെ അഗ്രിമെൻറ്റിൽ എഴുതും 1 വീക്കിനുള്ളിൽ നിങ്ങൾ 10% പൈസ കൊടുക്കണം എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരാഴ്ച സമയത്തിനുള്ളിൽ ഈ DD എടുക്കുമ്പോൾ 10% ആണ് സാധാരണ രീതിയിൽ ഇവിടെ അഡ്വാൻസ് എമൗണ്ട് ചോദിക്കുക. അപ്പോൾ 250,000 വീടാണെങ്കിൽ 25,000 അഡ്വാൻസ് എമൗണ്ടും 1% ടാക്സ്, അപ്പോൾ 2,500 ടാക്സും, അങ്ങനെ 27,500 യൂറോസ് നിങ്ങൾ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടി വരും. രണ്ട് DD ആയിട്ടാണ് കൊടുക്കുക. നിങ്ങൾ പ്രോപ്പർട്ടിക്കുള്ള 10% അഡ്വാൻസ് ഒരു DDയും അതേപോലെ 1% ടാക്സ് എന്ന് പറയുന്നത് മറ്റൊരു DD ആയിട്ട് 2 DD ആയിട്ടാണ് നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുക. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റേജിലുള്ള പൈസ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന എമൗണ്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന ഘട്ടത്തിലോട്ട് വരുമ്പോഴാണ്. അതായത് ആർട്ടിടെക്കിൻ്റെ റിപ്പോർട്ട് ചില ബാങ്കുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിടെക്കിൻ്റെ റിപ്പോർട്ട് വേണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു 500 തുടങ്ങി ഒരു 750 യൂറോ വരെ ആർട്ടിടെക്ക് പലയിടത്തും ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് നിങ്ങൾ ബാങ്കുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് വരുന്ന എമൗണ്ട്, ഒന്ന് ബാങ്ക് നിങ്ങൾക്കൊരു ആർട്ടിടെക്കിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. നിങ്ങളുടെ വീട് വന്ന് വാലിഡേറ്റ് ചെയ്ത് ബാങ്കിന് ഉറപ്പ് വരുത്താൻ ഈ പ്രോപ്പർട്ടി ഇത്ര രൂപയ്ക്കുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ആർട്ടിടെക്കിനെ, അതിൻ്റെ പൈസ ബാങ്കിലെ നിങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നായിരിക്കും കുറച്ചുകൊണ്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്യാഷായിട്ട് പേ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഉള്ളത് ലൈഫ് ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ്, അതെല്ലാം ബാങ്ക് തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുക. അത്തരത്തിലുള്ള മൊത്തം എമൗണ്ടോട് കൂട്ടിയാൽ ഒരു 1000 യൂറോ വരും, ചിലവ് വരും എന്ന് കൂട്ടാം. പിന്നെ ലാസ്റ്റ് വരുന്ന കാര്യങ്ങളാണ് 1% ടാക്സ് ഇൻ ദ ബിഗിനിങ്ങും 4% ടാക്സ് ഇൻ ദ ലാസ്റ്റും. പക്ഷേ ലോങ് ടൈം പെർമിറ്റ് ഉള്ളവരെ സംബന്ധിച്ച് ഫസ്റ്റ് 200,000 ടാക്സ് ഒഴിവാക്കിയിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടിൻ്റെ 5% ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോട്ടറിയുടെ അടുത്ത് പോകുമ്പോൾ എത്ര ടാക്സ് വരും, എന്തൊക്കെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി എന്നുള്ള കാര്യമൊക്കെ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് കൺഫേം ചെയ്യുക. നമ്മളൊരു വീഡിയോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ കണ്ടു എന്നുള്ളതിൻ്റെ ബേസിൽ എനിക്കറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി വീട് മേടിക്കുമ്പോൾ ഓരോ കാര്യം ചെയ്യരുത്. നോട്ടറിയോട് കൺഫേം ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ടറിയോടും, ഏജൻറ്റിനോട് കൺഫേം ചെയ്യേണ്ട കാര്യങ്ങൾ ഏജൻറ്റിനോടും, ഓണറോട് കൺഫേം ചെയ്യേണ്ട കാര്യങ്ങൾ ഓണറോടും കൃത്യമായിട്ട് കൺഫേം ചെയ്യുക. അവർ പറഞ്ഞു കേട്ടിരുന്നു, മറ്റേ വീഡിയോയിൽ കണ്ടിരുന്നു, മറ്റൊരാൾ പറഞ്ഞ തേർഡ് പാർട്ടി അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഉള്ളത് കൊണ്ട് ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോ മാറാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അവരോട് തന്നെ ചോദിച്ച് അത് കൺഫേം ചെയ്യുക. ഇപ്പം നോട്ടറിയുടെ ഫീസ്, നോട്ടറിയുടെ അടുത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എത്ര % ആണ് നിങ്ങളുടെ ഫീസ് വരുന്നത്, ഫൈനൽ ഡീൽ വരുമ്പോൾ ഞങ്ങൾക്ക് പൈസ അറേഞ്ച് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് എത്രയാണ് ഫീസ് വരുന്നതെന്ന് ചോദിക്കുക. ഫൈനലിൽ 4% എക്സ്ട്രാ ടാക്സ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, നോട്ടറിയുടെ ഫീസ് വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഒരു 1000 യൂറോ ഈ ആർട്ടിടെക്കിനും മറ്റേ ഇതിനൊക്കെ അതൊക്കെ അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും ഇത്ര എമൗണ്ടുകൾ നിങ്ങൾ കണക്കാക്കണം എന്നുള്ളത്. ബാങ്കിൽ പോകുമ്പോഴേ ചോദിക്കണം, ഞങ്ങൾക്കൊരു വീട് മേടിക്കാനായിട്ട് വേറെ എന്തൊക്കെ ചിലവുകളുണ്ട്, നിങ്ങളുടെ അടുത്ത് വരുന്ന ഈ അഡ്വാൻസ് എമൗണ്ടുകൾ അല്ലാതെ ഞങ്ങൾ എത്ര ടാക്സ് കൊടുക്കണം, എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട്, അവർ ഒരുപാട് കേസുകൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ
ഇതിന്റെ ഫൈനൽ ഡീലിനോടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത്. അതും നമ്മുടെ ആർട്ടിടെക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ആർട്ടിടെക്കിന്റെ അടുത്തുനിന്ന് മേടിച്ചു കൊടുക്കേണ്ട, ബാങ്കിലേക്ക് മേടിച്ചു കൊടുക്കേണ്ട 2 സർട്ടിഫിക്കറ്റുകളാണ് ലാൻഡ് രജിസ്ട്രി പ്ലാനും അതേപോലെ തന്നെ ഷെഡ്യൂൾ 8 എന്ന് പറയുന്ന 2 സർട്ടിഫിക്കറ്റുകൾ വേണം. അത് ആർട്ടിടെക്കിന്റെ അടുത്തുനിന്ന് തന്നെയാണ് മേടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഫൈനൽ കോൺട്രാക്റ്റിനുള്ള അറേഞ്ച്മെന്റ് കാര്യങ്ങൾ, ബാങ്ക് സാധാരണ രീതിയിൽ നമ്മൾ ഒരു പ്രോമിസ് ഓഫ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 ഡേറ്റുകളാണ് ഉണ്ടാവുക. ഒന്ന് സാങ്ഷൻ ലെറ്റർ, ഫസ്റ്റ് സാങ്ഷൻ ലെറ്റർ എന്ന് പറയുന്ന സാങ്ഷൻ ലെറ്റർ മേടിച്ച് നോട്ടറിക്ക് കൊടുക്കാനുള്ള ഒരു ഡേറ്റ്. സാധാരണ രീതിയിൽ അത് 12 ആഴ്ച, 12 തുടങ്ങി 14 ആഴ്ചയാണ് അത് സാധാരണ നോട്ട് ചെയ്യാറുള്ളത്. ആ സമയത്തിനുള്ളിൽ ഒരു ബാങ്കിന്റെ സാങ്ഷൻ ലെറ്ററോ അല്ലെങ്കിൽ റെഫ്യൂസൽ ലെറ്ററോ നിങ്ങൾ നോട്ടറിയുടെ അടുത്ത് ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പ്രോസസ്സ് ചെയ്ത് ബാങ്കിൽ നിന്ന് കിട്ടി നിങ്ങളത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാങ്ഷൻ ലെറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ലോണിൻ്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകും. ഇനി റിഫ്യൂസൽ ലെറ്റർ ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു തരുന്ന രീതിയിൽ ഉള്ള പ്രോമിസ് ഓഫ് സെയിലിൽ അത് എഴുതി വെക്കണം. അതായത് നിങ്ങളുടെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റിഫ്യൂസൽ ലെറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടും. പക്ഷെ അത് പ്രോമിസ് ഓഫ് സെയിലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ പ്രോമിസ് ഓഫ് സെയിലിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റുകൾ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. കാരണം നിങ്ങൾ ഒരു തവണ നിങ്ങൾ വിചാരിക്കും വെറുതെ ഒരു വൈറ്റ് പേപ്പറിൽ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങളും പാർട്ടിയും നോട്ടറിയൊക്കെ സൈൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ സൈൻ ചെയ്താൽ അത് വാലിഡേറ്റ് ആയി. പിന്നെ അയ്യോ ഞാൻ പ്രോമിസ് ഓഫ് സെയിലിൽ എഴുതിയത് മാറിപ്പോയി, ഞങ്ങൾ അങ്ങനെയല്ല കരുതിയത് എന്ന് വിചാരിച്ചതോ അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യങ്ങളും വ്യത്യാസം വരാനില്ല. നിങ്ങൾ ഒപ്പിട്ട് പ്രോമിസ് ഓഫ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് യൂറോപ്യൻ ലോയും മറ്റു കാര്യങ്ങളും അനുസരിച്ച് ഇത് കൃത്യമായിട്ട് അത് ഡോക്യുമെൻ്റ് വാലിഡേറ്റ് ആയി കഴിഞ്ഞു നിങ്ങളുടെ സൈനോടുകൂടി. അപ്പോൾ സൈൻ ഇടുന്നതിന് മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ചു നോക്കി തീരുമാനിക്കണം. AIP പെർമിറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് വരുന്ന ഫീസ് വരുന്നത് 233 യൂറോ ആണ് സാധാരണ രീതിയിൽ വരുന്നത്. നമ്മൾ AIP പെർമിറ്റ്, അതായത് സിംഗിൾ പെർമിറ്റിൽ ഉള്ള നോൺ യൂസിന് മുഴുവനും AIP പെർമിറ്റോട് കൂടിയാണ് വീട് മേടിക്കാൻ പറ്റുന്നത്. AIP പെർമിറ്റിന് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ ഇവിടുത്തെ ID കാർഡിനൊപ്പം തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പാസ്പോർട്ടും നിങ്ങളുടെ പാസ്പോർട്ടും 2 ഫോട്ടോയും കയ്യിൽ കരുതണം. അത് എത്ര ഓണേഴ്സ് ഉണ്ടോ അത്ര പേരുടെ 2 ഫോട്ടോ വീതം കയ്യിൽ കരുതണം. അപ്പോൾ അത് നോട്ടറിയാണ് AIP പെർമിറ്റ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ AIP പെർമിറ്റ് കിട്ടാൻ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇപ്പോൾ AIP പെർമിറ്റ് കിട്ടുന്നുള്ള കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡീലിനുള്ള ഡേറ്റ് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇവിടെ 6 മാസമാണ് വെക്കാറ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊരു 7 മാസം വരെയൊക്കെ വെക്കാവുന്ന കാര്യമുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ലൈഫ് ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ് സാധാരണ രീതിയിൽ ബാങ്ക് നിങ്ങളെ ഗൈഡ് ചെയ്യും എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം. ഒട്ടുമിക്ക ബാങ്കിന് അതിന് ഓരോ ഏജൻസികളായിട്ടുള്ള ഡീല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ തന്നെയാണ് അത് ചെയ്യുക. സാധാരണ രീതിയിൽ ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഇപ്പോൾ 2 പേരുടെ പേരിലാണ് വീട് മേടിക്കുന്നത്, ഹസ്ബൻഡ് വൈഫിൻ്റെ പേരിലാണ് വീട് മേടിക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനകത്തൊരാൾ മരിച്ചു പോകുന്ന ഒരു സ്റ്റേജ് എന്തെങ്കിലും വന്നാൽ പിന്നീട് നിങ്ങൾക്ക് ലോണ് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്കിൽ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഡൗട്ടായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു മെയിൻ ഇൻകം സോഴ്സിലുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു, പിന്നെ വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു തവണ നിങ്ങളുടെ നോട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള വർക്കുകൾ അത്യാവശ്യം ഫിനിഷിങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്നാ പറയണേ, ബാങ്കിൻ്റെ സാങ്ഷൻ ലെറ്റർ നിങ്ങൾ നോട്ടറിക്ക് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോട്ടറി ബാങ്കിനെ ബന്ധപ്പെടും. അപ്പോൾ പിന്നീടുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ബാങ്കും നോട്ടറിയും കൂടി ഒരുമിച്ചായിരിക്കും ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുക, 2 സൈഡിൽ എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും പ്രോഗ്രസ്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും.
ഇതിൻ്റെ ഫൈനൽ ഡീലിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അവർ സാധാരണ രീതിയിൽ മെയിൽ ചെയ്ത് എല്ലാ പാർട്ടികൾക്കും, അതായത് നോട്ടറിക്കും നമുക്കും ഓണറിനും എല്ലാവർക്കും മെയിൽ ചെയ്ത് ഡേറ്റ് കൺഫേം ചെയ്യാൻ പറയും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ് കൺഫേം ചെയ്യണം. പോകുന്ന സമയത്ത് ഫൈനൽ ഡീലിനായിട്ട് പോകുന്ന സമയത്ത് പൊതുവേ നമ്മൾ നമ്മുടെ കയ്യിൽ ID കാർഡ്, പാസ്പോർട്ട് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ആ ഫൈനൽ ഡീല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടറിൻ്റെ ബില്ലും നമ്മളവിടെ ആംസിൻ്റെ ഓഫീസുണ്ട്, ARM ആംസിൻ്റെ ഓഫീസിൽ പോയിട്ട് നമുക്ക് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാം. അത് പഴയ ഓണറേയും കൂട്ടിക്കൊണ്ട് പോകണം. അവരുടെ ID കാർഡും കാര്യങ്ങളൊക്കെ കൂടെ വേണം. അപ്പോൾ ഫൈനൽ ഡീൽ പൊതുവേ നടക്കുന്നത് ബാങ്കുകളുടെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും. പൊതുവെ വലട്ടയിലാണ് ഹെഡ് ഓഫീസുകൾ വരാറ്. മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും അത് ബാങ്ക് അറിയിക്കും. പക്ഷേ അത് കഴിയുമ്പോൾ തന്നെ ഉള്ള സമയത്ത് നിങ്ങൾ ആംസ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് നേരെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലോട്ട് മാറ്റാം. എത്ര മെമ്പേഴ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടോ, എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അത്രയും മെമ്പേഴ്സിൻ്റെ ID കാർഡ് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ആംസിൻ്റെ ഓഫീസിൽ എത്ര പേര് നിങ്ങളുടെ വീട്ടിൽ മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് മുഴുവൻ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് താഴോട്ട് കുറയാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ മെമ്പേഴ്സിനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫൈനൽ കോൺട്രാക്റ്റിനുള്ള ടാക്സ് വരുന്നത് ഫസ്റ്റ് 1%, ലാസ്റ്റിൽ വരുമ്പോൾ 4%, അങ്ങനെ ടോട്ടൽ 5% ടാക്സ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആംസിൻ്റെ ഓഫീസിൽ പോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ നിങ്ങൾ അടയ്ക്കുന്ന ഈ പ്രോമിസ് ഓഫ് സെയിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ അടയ്ക്കുന്ന 1% ടാക്സിൻ്റെയും ലാസ്റ്റിൽ വരുന്ന 4% ടാക്സിൻ്റെയും ഒക്കെ റെസിപ്റ്റ് ടാക്സ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ ഈ പ്രോമിസ് ഓഫ് സെയിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നോട്ടറി നിങ്ങളുടെ 1% ടാക്സ് മേടിച്ചത് ടാക്സ് ഓഫീസിൽ അടച്ച് അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സ് എവിടെയാണോ അവിടേക്ക് കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഈ ടാക്സ് ഓഫീസിലൊക്കെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഓരോ ഡോക്യുമെൻറ്റും നിങ്ങളുടെ പലരുടെ കോണ്ടാക്റ്റുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്തായിരിക്കും വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഫൈനൽ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ബാങ്ക് പഴയ ഓണറിന് കൊടുക്കുന്ന ചെക്കുകളുടെയും കാര്യങ്ങളുടെയും ഒക്കെ കോപ്പികൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി തരും. അതുകൂടാതെ നോട്ടറി ഇവിടെ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവും പഴയ ഓണർ, ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, നമ്മൾ, പിന്നെ മേടിക്കുന്ന ആൾ, പിന്നെ നോട്ടറിയുടെ സൈനോട് കൂടി ആ ഡോക്യുമെൻ്റ് വാല്യൂഡ് ആവും. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ മുദ്ര പേപ്പർ മേടിച്ചിട്ടൊന്നുമല്ല ഇവിടെ ഫൈനൽ കോൺട്രാക്ട് ചെയ്യുന്നത്. ഫൈനൽ കോൺട്രാക്ട് സാധാരണ വൈറ്റ് പേപ്പറിൽ തന്നെ കോൺട്രാക്ട് ഇട്ടതിന് ശേഷം അതിനകത്ത് ഇവരുടെ സീലുകൾ വെച്ച് കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സൈൻ ഇട്ട് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഫേവറിലോട്ട് ഈ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് മേടിക്കും. അത് നേരത്തെ തന്നെ അവർ ചെയ്യും. അത് അവരുടെ ലീഗൽ ഫോർമാലിറ്റീസാണ്. പിന്നെ നമ്മൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചതിന് ശേഷം ഉള്ള ഒരു കാര്യം കൂടി പറയാം. മേടിക്കുന്നതിൻ്റെ മുൻപുള്ള ഈ പ്രോമിസ് ഓഫ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് DD എടുത്ത് കൊടുക്കുന്ന ഒരു കാര്യം, എസ്പെഷ്യലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. സാധാരണ രീതിയിൽ 2 വിധത്തിലാണ് ഇവിടെ അഡ്വാൻസ് എമൗണ്ട് പേ ചെയ്യുന്നതും അത് കളക്ട് ചെയ്യുന്നതും. അഡ്വാൻസ് എമൗണ്ട് ഒന്നുകിൽ നിങ്ങൾക്കത് ഡിമാൻഡ് ചെയ്യാം. ഞാൻ നോട്ടറിയുടെ ഫേവർ ഓഫ് നോട്ടറിയുടെ നെയിമിൽ നമ്മൾ DD എടുത്ത് കൊടുക്കും. DD എടുത്ത് കൊടുക്കുന്നു. 3 മാസം സാങ്ഷൻ ലെറ്റർ കിട്ടുന്നത് വരെ നോട്ടറി ആ പൈസ കീപ്പ് ചെയ്യുന്നു. സാങ്ഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓണറിന് കൈമാറുന്നു, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു തരും. അതായത് നോട്ടറിയോട് തന്നെ നമ്മൾ കൊടുത്ത അഡ്വാൻസ് പൈസ കീപ്പ് ചെയ്യാൻ പറയുന്ന ഒരു രീതിയുണ്ട്. ചില ഓണേഴ്സ് പറയും, ഇപ്പോൾ പുതിയ വീടുകളൊക്കെയാണ് പണിതിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ചില ഓണേഴ്സ് പറയും, ഞാൻ ഒരുപാട് പൈസ ഇതിനകത്ത് മുടക്കിയതാണ്, അപ്പോൾ ഈ എമൗണ്ട് എനിക്ക് റിലീസ് ചെയ്ത് തരണം. അത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റിഫ്യൂസൽ ലെറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഏതാണ് കൂടുതൽ സേഫ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഓണറായിട്ട് നോട്ടറിയായിട്ട് സംസാരിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. സാധാരണ രീതിയിൽ ചിലയിടത്തൊക്കെ ഓണേഴ്സ് അത് റിസീവ് ചെയ്യാറുണ്ട്.
ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നാൽ നോട്ടറി പൈസ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സേഫറായിട്ടുള്ള ഒരു സൈഡായിരിക്കും. പക്ഷേ അത് നിങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. പലയിടത്തും അങ്ങനെ റിലീസ് ചെയ്ത് ഫണ്ട് ഓണേഴ്സിന് കൊടുക്കുന്ന ഒരു പതിവുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ലീഗൽ വശങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുക. പിന്നെ എല്ലാ പ്രോപ്പർട്ടിയുടെ ഡീലും കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഫൈനൽ ഡീൽ കഴിഞ്ഞു, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം അഡ്രസ് ചേഞ്ച് ആണ്. പിന്നെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ അഡ്രസ്സിലോട്ട് തന്നെ നിങ്ങൾ മാറി. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഐഡൻറ്റിറ്റി മാൾട്ടയിൽ നിങ്ങൾ അഡ്രസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിറ്റി മാൾട്ടയിൽ നിങ്ങൾ അഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഡിക്ലറേഷനിൽ, ഓണറിൻ്റെ ഡിക്ലറേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേര് തന്നെ എഴുതിയിട്ട് സൈൻ ചെയ്ത് ഓൺ പ്രോപ്പർട്ടിന്ന് ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവും, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോമിസ് ഓഫ് സെയിലിൻ്റെ കോപ്പി എല്ലായിടത്തും അറ്റാച്ച് ചെയ്ത് മാത്രം മതി. മെയിനായിട്ട് അഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ എണ്ണമിട്ട് പറയാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ബാങ്ക്, സെക്കൻഡ് വൺ ടാക്സ് ഓഫീസ്, തേർഡ് വൺ സോഷ്യൽ സെക്യൂരിറ്റി, ഫോർത്ത് വൺ നിങ്ങൾ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യുന്നവരാണ്, ഇപ്പം നഴ്സിംഗ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈസൻസുകൾ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ. ഫിഫ്ത്ത് വൺ ജോബ് പ്ലസ്. സാധാരണ രീതിയിൽ നിങ്ങളുടെ EIDയിൽ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സോഷ്യൽ സെക്യൂരിറ്റിയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ജോബ് പ്ലസ്സിൽ ചേഞ്ച് ആവുന്നുണ്ടാവുമായിരിക്കും, എന്നാലും ഒന്ന് കയറി നോക്കുക. സിക്സ്ത് വൺ നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർനെറ്റോ വൈഫൈ സിമ്മ് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഓഫീസുകളിൽ അഡ്രസ് ചേഞ്ച് ചെയ്യുക. സെവൻത്ത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മെറ്റഡേ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. കാരണം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ അസിസ്റ്റൻസ് വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റിൻ്റെ പേപ്പർ വരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റഡേ ഹോസ്പിറ്റലിൽ നിന്നാണ് വരിക. അതുകൊണ്ട് മെറ്റഡേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും അസോസിയേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിയനിലൊക്കെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ യൂണിയനിൽ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. ഒമ്പതാമത് ചേഞ്ച് ചെയ്യേണ്ട സ്ഥലമാണ് റെവല്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ വൈസ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. പത്താമത് ഒരു സ്ഥലത്തും കൂടെ നിങ്ങൾക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങളൊരു 10 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഡ്രസ്സ് ചേഞ്ച് നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ വീടുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് 100% ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു വീട് മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ. നമ്മൾ മാൾട്ടയിൽ വീട് മേടിക്കുന്നത് സെക്യൂറാണ്. പൈസയായിട്ടുള്ള യാതൊരു ഡീലിങ്ങും ഇല്ല. നമ്മൾ ബാങ്കിൽ പോകുന്നു, ബാങ്കിൽ നിന്ന് DDകളാണ് എടുക്കുന്നത്. ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് ഒരു സ്ഥലത്തും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സേഫർ. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലീഗലി ചെയ്യുക, ലീഗലായിട്ടുള്ള അഡ്വൈസുകൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല. എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെ സംബന്ധിച്ചും അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. എന്തിനാണ് ഒരാൾ വീട് മേടിക്കേണ്ടത്, അത് മേടിച്ചതുകൊണ്ട് എന്താണ് ഗുണം? ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീട് മേടിച്ചതുകൊണ്ട് എനിക്കെന്താണ് ഗുണം, ഞാൻ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേ ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ. നിങ്ങൾ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്നത് നിങ്ങളുടെ റെൻറ്റ് റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിലുള്ള പൈസ അല്ല നിങ്ങൾ പേ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിൽ ആലോചിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഈ അഡ്വാൻസ് ഉള്ള നിങ്ങളുടെ പൈസ കഴിച്ചിട്ട് നിങ്ങളുടെ റെൻറ്റ് കൊടുക്കുന്ന എമൗണ്ടിന് ഈക്വലായിട്ടുള്ള മോർഗേജ് വരത്തക്ക രീതിയിലുള്ള ഒരു വീടാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റെൻറ്റ് നിങ്ങൾ സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രോഫിറ്റ്. ഒരു 800 യൂറോ റെൻറ്റ് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് എൻ്റെ ഒരു കണക്കനുസരിച്ച്
ഒരു വർഷത്തിൽ 9,600 യൂറോ നിങ്ങൾ റെന്റ് കൊടുക്കുന്നുണ്ടാവും. 10 വർഷം കൊണ്ട് 96,000 യൂറോ നിങ്ങൾ റെന്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വർദ്ധിച്ചു വരുന്ന റെന്റിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് നിങ്ങളൊരു 1,25,000 യൂറോയുടെ അടുത്ത് നിങ്ങൾ റെന്റ് കൊടുക്കുന്നുണ്ടാവും. ആ 1,25,000 യൂറോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ 1 കോടി രൂപ അതിൽ തന്നെ ലാഭം കിട്ടി. നിങ്ങൾ മേടിക്കുന്ന പ്രോപ്പർട്ടിക്ക് മാർക്കറ്റ് പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ പ്രൈസും കൂടി നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ പോയാലും 1 കോടി 1.5 കോടി രൂപയുടെ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മാർക്കറ്റിൽ ഒരു വീടിൻ്റെ വില അറിയാതെ ഇല്ലാത്ത വിലയ്ക്ക് വീട് മേടിച്ചുകൊണ്ട് അന്ന് വായ്പാൻ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര ലാഭമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീട് മേടിച്ചതാണ്. ഇപ്പം വിറ്റും പോകുന്നില്ല, നഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതിനൊക്കെ ഉള്ള സാധ്യതകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. മേടിക്കുന്ന വീട് വിറ്റ് പോകാൻ സാധ്യതയുള്ള വീടാണോ എന്ന് നോക്കുക. നല്ല വിലയ്ക്കാണ് അത് നിങ്ങൾ മേടിച്ചതെന്നുള്ള ഒരു ഉറപ്പും കൂടി വരുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. വീട് മേടിച്ച് അപ്പോൾ തന്നെ നിങ്ങളത് തിരിച്ച് വിറ്റ് കഴിഞ്ഞാൽ 8% ടാക്സ് നിങ്ങൾ ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. മിനിമം 3 വർഷം തുടങ്ങി 5 വർഷം വരെ നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. നിങ്ങൾ വേറൊരു രാജ്യത്തിലോട്ട് അതിന് ശേഷം ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൂവ് ചെയ്ത് 1 വർഷത്തിനുള്ളിലാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ ഈ മാൾട്ടയിൽ നിന്ന് പോയി 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വീട് വിൽക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ 8% ടാക്സ് കൊടുക്കണം. മറ്റൊരു കാര്യം കൂടി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വീട് മേടിക്കുന്നവരെ സംബന്ധിച്ച് നോൺ EUയിലുള്ള AIP പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീട് മേടിക്കുന്നവരെ സംബന്ധിച്ച് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ലീഗലി പെർമിറ്റഡ് അല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.